ബിരിയാണി വെക്കാൻ വിചാരിച്ചപ്പോ അരി കുറച്ചേ ഉള്ളൂ. ബട്ട് നമ്മൾ വിചാരിച്ചതാ ബസ്മതി വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതുകൊണ്ടൊരു ബിരിയാണി ആയാലോ? അപ്പോ റെസിപ്പിയിലോട്ട് പോകാം. ചിക്കൻ പീസുകളെ മസാല തേച്ച് കുട്ടപ്പന്മാരാക്കി പൊരിച്ചെടുക്കുക. ഇനി നമ്മളെ വൈറ്റ് റൈസ് ആയതുകൊണ്ട് കുറച്ചുനേരം വെള്ളത്തിൽ മുക്കിവെക്കണമല്ലോ. അപ്പൊ ചോറുണ്ടാക്കാനുള്ള സെറ്റപ്പുകൾ ചെയ്യാം. ഇനിയാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത്. അലങ്കാരത്തിനുള്ള ഒനിയൻ, കാഷ്യൂ, കിസ്മിസ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ആർക്കും കാഷ്യൂ കിസ്മിസ് വല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കുറച്ച് തോനെ ഇട്ടോട്ടോ. അടുത്തത് ബാക്കി ഉള്ളിവാട്ടി മസാല റെഡിയാക്കലാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവകളെയും ഇട്ടിട്ട് നമ്മുടെ മൊഞ്ചുള്ള തക്കാളിയും ഇവയെല്ലാം ജോയിൻ ടുഗദർ ആവുമ്പോൾ നമ്മുടെ മസാലകളും ഇട്ട് നല്ല പുളി, തൈരും കുറച്ച് മല്ലിയില, പുതിനയില കൂടി ഇട്ടാൽ നമ്മുടെ മസാല റെഡി. ഇനി മസാലയുടെ മേപ്പടും നമ്മൾ പൊരിച്ച കോയിനും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ജോയിൻ ടുഗദർ ആവുമ്പോൾ നമ്മൾ വൈറ്റ് റൈസിന്റെ ചോറും കൂടെ മേപ്പിട്ടിട്ടിട്ട് കുറച്ച് ഓയിലും കുറച്ച് ബിരിയാണി മസാലയും നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസും മല്ലിയിലയും കൂടി വാരി വിതറിയിട്ട് അങ്ങോട്ട് മൂടി വെക്കുക. ഇനി 20 മിനിറ്റ് ദമ്മിട്ടിട്ട് തുറന്നു നോക്കിയാൽ എന്റെ മോനെ, നമ്മുടെ മൊഞ്ചുള്ള ബിരിയാണി റെഡി. കുറച്ച് തൈരും അച്ചാറും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ ചുറ്റുമുള്ളതൊന്നും കാണൂല. അപ്പൊ നിങ്ങളുണ്ടാക്കി നോക്കൂലേ?